ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാചാലമാകുന്നത് 1934 ഭരണഘടനയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ആ ഭരണഘടന പാസ്സാവുന്നത് എന്ന് നമ്മൾക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ആ ഭരണഘടന ആലോചനയിൽ അദ്ദേഹം ഇത്തരമൊരു ഘടനാബദ്ധമായ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനയിൽ ഒരു പ്രധാന പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. എന്നാൽ ഒരുപക്ഷെ 34 ഭരണഘടന എന്ന വാക്ക് നാം ആവർത്തിച്ചുപയോഗിക്കുന്നതിനോടൊപ്പമെങ്കിലും അദ്ദേഹം മറ്റൊരു സംഗതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, മതോപദേശ സാരത്തിൽ അദ്ദേഹം ഒരു 34 സംഗതികളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 34നും ഈ സമുദായം പ്രാമുഖ്യം കൊടുത്തേ പറ്റൂ. വിശുദ്ധ തൃത്വത്തിൽ തുടങ്ങി നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, പാപം, അനുതാപം, ഇങ്ങനെ കർത്താവിൻ്റെ ഉദ്ധാനം, വിശുദ്ധ ഗ്രന്ഥം, വിവിധ കൂദാശകൾ, ഇങ്ങനെ നമ്മുടെ ആധ്യാത്മ ജീവിതത്തെ പരിപുഷ്ടിപ്പെടുത്തുന്ന 34 സംഗതികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, സമുദായ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ദർശനത്തോടു കൂടിയാണ് ഒരു സ്വത്വബോധ നിർമ്മിതിക്ക് ആ പരിശുദ്ധ പിതാവ് ശ്രമിക്കുന്നത്. അദ്ദേഹം കേവലം ഒരു സംഘടനാ നേതാവ് എന്ന നിലയിലേക്ക് ചുരുക്കപ്പെടേണ്ട വ്യക്തിയല്ല. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് സഭ അദ്ദേഹത്തെ പരിശുദ്ധ പദവിയിലേക്ക് പ്രഖ്യാപിച്ചത് തന്നെ. ആധ്യാത്മിക ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടി എന്നുള്ള നിലയിൽ ആത്മജീവിതത്തിൻ്റെ പരിപോഷണത്തിന് സഹായകമായ ദർശനങ്ങളാണ് അദ്ദേഹം സംക്ഷിപ്തമായി മതോപദേശ സാരങ്ങളിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ആത്മധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാവുന്നത് എങ്ങനെയാണ്?